സാധാരണ നമുക്ക് യൂസ് ചെയ്യാൻ ഡെയിലി 1.5 GB 2 GB അതുപോലെ തന്നെ 3 GB ഡാറ്റ ഒക്കെ ലഭിക്കാറുണ്ട്. പലവർക്കും ഇത്രയും അധികം ഡാറ്റ ലഭിച്ചിട്ടും പെട്ടെന്ന് ഡാറ്റ തീർന്നു പോകുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇങ്ങനെ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്നത് തടയാനുള്ള ഒരു ട്രിക്കിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു കാര്യം പലർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ചിലവർക്ക് അറിയാത്തതുണ്ട്. സാധാരണ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്നത് വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്താണ്. അപ്പം അതിൽ സെറ്റിങ്സിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ നമുക്ക് ഡാറ്റ കുറേയൊക്കെ സേവ് ചെയ്യാൻ കഴിയും. നമ്മൾ സാധാരണ ചെയ്യാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോരോ വീഡിയോയിലും പോയിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാറാണ്. പക്ഷേ അതല്ല, ആപ്പിൽ തന്നെയുള്ള ചില ഡിഫാൾട്ടായിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താൽ നമുക്ക് കുറേ ഡാറ്റയും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ യൂട്യൂബിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയാൽ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് ഡാറ്റ സേവിങ് എന്നുള്ള ഓപ്ഷനാണ്. അത് ഓണാക്കിയിട്ടാൽ കുറേ ഡാറ്റ ഒക്കെ സേവ് ആവും. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനും കൂടി ഇതിൽ വരുന്നുണ്ട്, വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസ്. അത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഏത് ക്വാളിറ്റിയിലാണ് പ്ലേ ചെയ്യേണ്ടത് എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. അപ്പോൾ ഡിഫാൾട്ടായിട്ട് നമ്മൾ ഡാറ്റ സേവറിൽ വെച്ചാൽ നമുക്ക് കുറേ ഡാറ്റയും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം തിരക്കേടില്ലാത്ത ക്വാളിറ്റിയൊക്കെ അതിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഹൈ ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് സെറ്റിങ്സിൽ അപ്പം മാറ്റിയാൽ മതി. ഇത് ഡിഫാൾട്ടായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം കുറേ ഡാറ്റയും കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് വരുന്നൊരു ആപ്പാണ് ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയാൽ അതിൽ അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അക്കൗണ്ട്സ് സെലക്ട് ചെയ്യുക. അതിൽ സെല്ലുലാർ ഡാറ്റ യൂസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഡാറ്റ സേവർ എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കുക. അപ്പോൾ സാധാരണ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ റീൽസൊക്കെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാറ്റ തീരുന്നതായിരിക്കും. ചിലപ്പം 1 മണിക്കൂറൊക്കെ യൂസ് ചെയ്യുള്ളൂ. ഒരു ദിവസത്തെ കംപ്ലീറ്റ് ഡാറ്റ അപ്പം തന്നെ തീരും. അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക, നല്ലതായിരിക്കും. അതുപോലെ തന്നെ പ്രൈം വീഡിയോ ഒക്കെ ഉണ്ട്. അതിലൊക്കെ നമുക്ക് സെറ്റിങ്സ് ചേഞ്ച് ചെയ്തെക്കാൻ പറ്റും. പ്രൈം വീഡിയോയിൽ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയാൽ സ്ട്രീം ആൻഡ് ഡൗൺലോഡ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ സ്ട്രീം ക്വാളിറ്റി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പം ഇതിൽ നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പോൾ ഡാറ്റ സേവറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിൽ 110 MB പോവുള്ളൂ. പക്ഷേ ബെസ്റ്റ് ക്വാളിറ്റിയിലാണെന്നുണ്ടെങ്കിൽ 540 MB പോവും. അതായത് 5 ഇരട്ടി ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം ഡാറ്റ സേവറിൽ വെച്ചാൽ കുറേ ഡാറ്റയും കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതായത് സാധാരണ നമുക്ക് 1 മണിക്കൂർ കാണുന്ന ഡാറ്റ കൊണ്ട് 5 മണിക്കൂർ ഈ ഒരു ഡാറ്റ സേവറിൽ വെച്ചാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ സ്ട്രീമിംഗ് ആപ്പുകളിലും ഇതിനുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ സെറ്റിങ്സിൽ പോയി നോക്കുക. അപ്പോൾ അതിനുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. അപ്പം ഈ ഒരു ട്രിക്ക് പലർക്കും അറിയാവുന്നൊരു ട്രിക്കാണ്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.